അതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഇത് നോർമലാണ്, ഇത് പ്രകൃതി നിയമമാണ്. നമ്മൾ കുഞ്ഞു മക്കളാവുമ്പം അവർക്ക് വലിയ ആളുകൾ ഓടിച്ചാടി നടക്കുന്ന പോലെ നടക്കാൻ പറ്റുമോ? അവരെ കൈ പിടിച്ച് നടത്തിക്കണം, അവർക്ക് ഭക്ഷണം വാരി കൊടുക്കണം, അല്ലേ? അതൊരു പ്രകൃതി നിയമമാണ്. അതുപോലെ തന്നെ വാർദ്ധക്യത്തിലേക്ക് വരുന്ന സമയത്തും നമുക്ക് ചെറിയ ചെറിയ അസ്വസ്ഥതകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അതും പ്രകൃതി നിയമമാണ്. അത് നമ്മളങ്ങ് അക്സെപ്റ്റ് ചെയ്യാം. അതങ്ങനെ സംഭവിക്കുള്ളൂ. അപ്പോൾ നമ്മളങ്ങനെ വ്യാകുലതപ്പെട്ടിട്ട് കാര്യമുണ്ടോ? ഇപ്പൊ എന്തൊക്കെയുണ്ടോ? നമുക്ക് നടക്കാൻ പറ്റുന്നില്ലേ? നമുക്ക് നമ്മുടെ കാര്യങ്ങളെങ്കിലും ചെയ്യാൻ പറ്റുന്നില്ലേ? അതിൽ നമ്മൾ എന്ത് ചെയ്യുക? സന്തോഷിക്കുക. നമ്മള് ഇതില്ലല്ലോ അതില്ലല്ലോ എന്ന് ചിന്തിക്കുന്നതിന് പകരം ഇത്രയെങ്കിലും ഉണ്ടല്ലോ, ഞാൻ ഇത്രയൊക്കെ ചെയ്തില്ലേ, ഞാൻ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു അമ്മയാണ്, ഞാൻ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു അച്ഛനാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ആരും വൃദ്ധരല്ല. ഇവിടെ പറഞ്ഞില്ലേ, മുതിർന്ന പൗരന്മാരാണ്, അല്ലേ? നിങ്ങളുടെ കൊച്ചുമക്കൾക്കും മക്കൾക്കും ഇപ്പോഴും നിങ്ങൾ എന്താണ്? വഴികാട്ടികൾ തന്നെയാണ്. അവർ പുറത്ത് കാണിക്കുന്നില്ലെങ്കിലും നിങ്ങളെ അവർ മാതൃകയാക്കുന്നുണ്ട്. തീർച്ചയായിട്ടും തോന്നിയിട്ടുണ്ടോ അങ്ങനെ? ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവില്ല. അതിന്റെ കാരണം എന്താണെന്നറിയോ? ജനറേഷൻ ഗ്യാപ്പാണ്. ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അതായത് കാലഘട്ടത്തിന്റെ വ്യത്യാസം. ഇവർ ജീവിക്കുന്ന കാലഘട്ടത്തിലല്ലോ നമ്മൾ ജീവിച്ചത്. നമ്മുടെ മനസ്സിന്റെ സ്ഥിതി ആയിരിക്കില്ല അവരുടെ മനസ്സിന്റെ സ്ഥിതി. അപ്പൊ നമ്മൾ അവരെ തിരുത്താൻ പോയാൽ എങ്ങനെ ഇരിക്കും? പറ്റുമോ? ഇപ്പൊ അവരെ പോലെ നമുക്കാവാൻ പറ്റുമോ? അവര് ചിന്തിക്കുന്നത് പോലെ, അവര് പ്രവർത്തിക്കുന്നത് പോലെ, അവര് ജീവിക്കുന്നത് പോലെ ജീവിക്കാൻ നമുക്ക് പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ ചിന്തിക്കുന്ന പോലെ അവർ ചിന്തിക്കണം എന്ന് വിചാരിച്ചാൽ അതും പറ്റാത്ത കാര്യമല്ലേ? അപ്പൊ എന്ത് ചെയ്യാം?